കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഹായ് കൂട്ടുകാരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? യേശുവിന്റെ ഒരു അത്ഭുതമായിരുന്നു പഠിച്ചത്. എന്തായിരുന്നു? ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നതായിരുന്നു നമ്മൾ പഠിച്ചതല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാമത്തെ പാഠമാണ്. എത്രാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്? 11ാമത്തെ പാഠം. 11ാമത്തെ പാഠത്തിന്റെ പേരെന്താണെന്നറിയാമോ? യേശുവിന്റെ തേജസ്കരണം. എന്താണ് തേജസ്കരണം എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് അറിയാമോ? രൂപാന്തരീകരണം എന്നും പറയും. രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ടാവുക. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ രൂപാന്തരീകരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈശോയുടെ കൂടെ എപ്പോഴും, പ്രത്യേകിച്ച് ഈശോ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന സമയത്ത് 3 ശിഷ്യന്മാർ കൂടെ ഉണ്ടാവും. ആരൊക്കെയാണ് കൂട്ടുകാർക്ക് അറിയാമോ? ആരൊക്കെയാ? പത്രോസും യാക്കോബും യോഹന്നാനും അല്ലേ? ആ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോയി. എന്തിനായിരിക്കും ഈശോ ഉയർന്ന മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാൻ അല്ലേ? ഈശോ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ പറയുന്നത് എന്തായിരിക്കും? അത്രമാത്രം പ്രകാശപൂർണമായിട്ട് ഈശോയുടെ മുഖം കാണപ്പെട്ടു. സൂര്യനെ പോലെ പ്രകാശിച്ചു. ഈശോയുടെ വസ്ത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങി, മിന്നിത്തിളങ്ങി എന്നാ പറയുന്നത്. അതിനുശേഷം അവിടെ 2 പേര് പ്രത്യക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? നമ്മൾ സുവിശേഷത്തിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാവും. ആരൊക്കെയാണ്? മോശയും ഏലിയായും. ഇത് എവിടെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്? മോശ ആരാണ് മോശ? ഇസ്രായേൽക്കാരെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഈ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ആളായിരുന്നു മോശ അല്ലേ? അതുപോലെ ഏലിയ എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ്. അവരെ 2 പേരെയും അവിടെ കാണപ്പെട്ടു. അപ്പോൾ ശിഷ്യന്മാർക്ക് വളരെ അത്ഭുതമായി. 3 പേരുണ്ടായിരുന്നല്ലോ. 3 ശിഷ്യന്മാർ ആരൊക്കെയാണ്? യാക്കോബും യോഹന്നാനും പത്രോസും. അവർക്ക് ഭയങ്കര അത്ഭുതമായി. അവർ ഈശോയുടെ നേരെ നോക്കി. ഈശോയുടെ മുഖം വെട്ടിത്തിളങ്ങുന്നു, പിന്നെ സൂര്യനെ പോലെ ശോഭിക്കുന്നു, വസ്ത്രമെല്ലാം വെട്ടിത്തിളങ്ങുന്നു. അതോടൊപ്പം പഴയ നിയമത്തിലെ മോശയും ഏലിയായും എല്ലാം അവിടെ പ്രത്യക്ഷമായിരിക്കുന്നു. അവർ ഈശോയുടെ നേരെ നോക്കി ഈശോയുടെ മഹത്വം അവര് ദർശിച്ചു, അതായത് കണ്ടു. ഏലിയായെയും മോശയെയും അവർ കണ്ടു. അവരുടെയും മഹത്വം ശിഷ്യന്മാർ ദർശിച്ചു. അപ്പോൾ പത്രോസ് ഈശോയോട് ചോദിച്ചു, ഈശോയോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. എന്താണ് വിശുദ്ധ പത്രോസ് പറഞ്ഞത്? അത്രയും മഹത്വവും തേജസ്സും ഒക്കെ കണ്ടപ്പോൾ പത്രോസ് ഈശോയോട് പറയാണ്, ഗുരു, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. എന്ന് നമുക്കിവിടെ ആയിരിക്കാൻ വേണ്ടി, നമുക്ക് ഇവിടുന്ന് പോകണ്ട എന്നാണ് പത്രോസ് ഉദ്ദേശിച്ചത്. പത്രോസ് പറഞ്ഞു 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ആർക്കൊക്കെയാണ്? ഒന്ന് നിനക്കെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അപ്പോൾ ഈശോ ആ സമയത്ത് ഒരു വലിയ മേഘം വന്നിട്ട് അവരെ മൂടി. മേഘം എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാലോ അല്ലേ? വലിയൊരു മേഘം വന്ന് അവരെ മൂടി. ആ മേഘത്തിനുള്ളിൽ നിന്ന് ഒരു സ്വരവും കൂടെ കേട്ടു. എന്ത് സ്വരമാ കേട്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുവൻ എന്നാണ് ആ മേഘത്തിനുള്ളിൽ നിന്ന് കേട്ട സ്വരം. എന്താണ് ആ മേഘത്തിന്റെ ഉള്ളിൽ നിന്ന് കേട്ട സ്വരം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു സ്വരം കേട്ടല്ലോ. എപ്പോഴായിരുന്നു? ഈശോയുടെ മാമോദീസയുടെ സമയത്ത് ഒരു സ്വരം കേട്ടില്ലേ? അതെന്തായിരുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ കേട്ടത്? ഇവിടെ കേട്ടത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. എന്താ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുവിൻ. അങ്ങനെയാണ് ആ മേഘത്തിനുള്ളിൽ നിന്നും കേട്ട സ്വരം.
ഈ സ്വരം, മേഘത്തിനുള്ളിൽ നിന്ന് ഈ സ്വരം കേട്ടപ്പോൾ ശിഷ്യന്മാർ പേടിച്ച് വിറച്ച് കമിഴ്ന്നു വീണു എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? പേടിച്ച് വിറച്ച് ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അത് കണ്ടപ്പോൾ ഈശോ അവരെ ധൈര്യപ്പെടുത്തി, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ശിഷ്യന്മാര് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വേറെ ആരെയും അവിടെ കണ്ടില്ല, ഈശോയെ മാത്രമാണ് അവർ അവിടെ കണ്ടത്. ഈ സംഭവം എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് കൂട്ടുകാർക്കറിയാമോ? സുവിശേഷത്തില് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ദൈവത്വവും മഹത്വവും പ്രകടമാക്കിയ ഒരു പ്രധാന സംഭവമായിരുന്നു യേശുവിന്റെ തേജസ്കരണം അല്ലെങ്കിൽ മറുരൂപപ്പെടൽ. ഈ തേജസ്കരണത്തിന് മറുരൂപപ്പെടൽ എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു ഇത്. ഇനി മോശ ആരാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ആരായിരുന്നു? ആദ്യത്തെ ദൈവം ഇസ്രായേൽക്കാരെ രക്ഷിക്കാനായിട്ട്, ഇസ്രായേൽക്കാരെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു, ഒരു നായകനായിരുന്നു മോശ, അല്ലേ? അതുപോലെ ഏലിയ എന്ന് പറയുന്നത് ആദിമ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു. ഏലിയ ആരായിരുന്നു? ആദിമ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു. കൂട്ടുകാരെ, നമ്മുടെ കർത്താവിന്റെ 7 പെരുന്നാളുകളിൽ ഒന്നാണ് യേശുവിന്റെ തേജസ്കരണം. എന്നാണ് ഇത് ആഘോഷിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് യേശുവിന്റെ തേജസ്കരണ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു, യേശുവിന്റെ ദൈവത്വവും മഹത്വവും പ്രഘോഷിക്കുന്ന പെരുന്നാളാണ് തേജസ്കരണ പെരുന്നാൾ. നമുക്കും യേശുവിനെ മഹത്വപ്പെടുത്താം, അല്ലേ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന ഏതാണെന്ന് അറിയാമോ? നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയില് നമ്മൾ അത്യുന്നതന്റെ മറവിലിരിക്കുന്നവൻ എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലാറില്ലേ? അത് കഴിഞ്ഞിട്ട് കർത്താവെ നിന്റെ കരുണയും ചിറകും കീഴിലും എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലില്ലേ? അതിനകത്തെ ഒരു ചെറിയ പാരഗ്രാഫാണ് ഇന്ന് പഠിക്കാനുള്ളത്. ആ പ്രാർത്ഥന കൂട്ടുകാരെല്ലാം കാണാതെ പഠിക്കണം. ഈശോയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹ, സമാധാനപൂർണമായ സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. എന്താണ് പ്രാർത്ഥന? മഹത്വമുള്ള രാജാവായി, ഈശോയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു, അല്ലേ? മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹ, സമാധാനപൂർണമായ സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. അതാണ് പ്രാർത്ഥന. എല്ലാവരും കാണാതെ പഠിക്കണം. അതുപോലെ തേജസ്കരണ പെരുന്നാള് ഓഗസ്റ്റ് 6-ാം തീയതി വരുന്ന തേജസ്കരണ പെരുന്നാള് നമ്മൾ ഭക്തിയോടെ ആചരിക്കണം. നമ്മൾ അന്നത്തെ ദിവസം സൺഡേ അല്ലെങ്കിൽ പോലും നമ്മൾ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. കൂട്ടുകാരെല്ലാം അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു പാട്ട് പഠിക്കാനുള്ളത് നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തില് സുവിശേഷ വായന കഴിഞ്ഞിട്ട് ഒരു ചെറിയ പാട്ട് പാടാറുണ്ട്. പിന്നെ അതിൻ്റെ ആ കുർബാന പുസ്തകത്തിൽ തന്നെയുള്ള ഒരു ചെറിയ പാട്ട് നിങ്ങൾ കണ്ടു കാണും. ശുദ്ധൻ ശുദ്ധൻ എന്നുള്ള പാട്ടല്ലേ? ദിവസങ്ങളിലൊക്കെ, സാധാരണ ദിവസങ്ങളിലൊക്കെ പള്ളികളിൽ അത് പാടാറുണ്ട്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെയാണ്: ശുദ്ധൻ 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 നീനാഥ, ഉയരവർക്കാദീശന്നാർത്തു മൺമയർ സ്വസ്ഥാനെ പൂജൻ, മേലുയരങ്ങളിലെൻ പ്രിയ സുതനിവനെന്നുര ചെയ്തു താതൻ. എന്താ അവിടെ പറഞ്ഞത് കൂട്ടുകാർക്ക് അറിയാമോ? നമ്മൾ മുമ്പേ പഠിച്ചില്ലേ? മേഘങ്ങളിൽ വന്നിട്ട് എന്താ പറഞ്ഞേ? മേഘം മൂടിയിട്ട് എന്താ പറഞ്ഞേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രമിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉയരവർ കാദീശ് എന്നാർത്തു. എന്താ ഉയരവർ എന്ന് പറഞ്ഞാൽ? മാലാഖമാർ, അല്ലെ? വിശുദ്ധന്മാര്, മാലാഖമാരൊക്കെ കാദീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിശുദ്ധൻ, അല്ലേ? അപ്പൊ ഉയരവർ കാദീശ് എന്നാർത്തു. ആ ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ ഇത് മക്കളെല്ലാവരും കാണാതെ പഠിക്കണം. ഇന്ന് നമുക്ക് കാണാതെ പഠിക്കാനുള്ള വചനം ഏതാണെന്ന് കുട്ടികൾക്ക് അറിയാമോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 15-ാം വാക്യമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഈ വചനവും മക്കളെല്ലാവരും കാണാതെ പഠിച്ച് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതി വർക്ക് ബുക്കൊക്കെ ചെയ്ത് നല്ല മിടുക്കരായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമോ? വരില്ലേ? താങ്ക് യു.